നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഒരു സീഡ് കിളിപ്പിച്ചെടുത്ത് അത് ഗ്രോ ബാഗിലേക്ക് മാറ്റുക എന്നത് വെച്ചാൽ സീഡെന്ന് പറിച്ചാൽ അത് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെയും പച്ചക്കറികളുടെ വിത്തുകളാവാം, എന്തായാലും നമ്മൾ കറക്റ്റായിട്ട് അത് പോട്ട്രേ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് വളർന്ന് കുറച്ചായി കഴിയുമ്പോൾ അത് മാറ്റി നമ്മൾ വേറൊരു ബാഗിലേക്ക് ആക്കുന്നുണ്ട്. അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതിന് കൊടുക്കുന്ന വളങ്ങൾ കാര്യങ്ങൾ എല്ലാം ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാനിന്ന് മെയിനായിട്ട് കാണിക്കുന്നത് തൈ നിൽക്കുന്ന ഫ്രൂട്ടാണ്, അതിൻ്റെ സീഡാണ് നട്ട് വെക്കാൻ നട്ട് അത് കിളിപ്പിച്ചെടുത്ത് മാറ്റാൻ വേണ്ടി പോകുന്നത്. ഇത് കുറച്ച് ലെന്ത് സമയം എടുത്തിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. കാരണം ഇത് പോട്ട്രേ സെറ്റ് ചെയ്യുമ്പോൾ തൊട്ട് അതിൻ്റെ സീഡ് ഇട്ടപ്പോൾ തൊട്ട് അത് കിളിച്ച് വരെ ഏകദേശം ഒരു മാസമൊക്കെ സമയം എടുക്കും. അപ്പോൾ അത് ഞാൻ വെയിറ്റ് ചെയ്തു. അതിപ്പോൾ നന്നായിട്ട് വന്നു. അതിപ്പോൾ വേറെ ഗ്രോ ബാഗിലേക്ക് മാറ്റി. ഇതെല്ലാം എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ അബിയുവിൻ്റെ സീഡാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അബിയൊക്കെ അറിയാം, നമ്മളൊരു ഇവിടെ ചെന്ന് കടയിൽ ചെന്ന് വാങ്ങുവാണെങ്കിൽ നേരത്തെ വാങ്ങുവാണെങ്കിൽ അത്യാവശ്യം നല്ല റേറ്റുള്ള ഒരു ഫ്രൂട്ട് പ്ലാന്റിൻ്റെ ഇതാണ് അബിയു എന്ന് പറയുന്നത്. ഞാൻ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിയതായിരുന്നു അബിയുവിൻ്റെ ഒരു തൈ. പക്ഷേ ഇപ്പം എൻ്റെ പറമ്പിൽ ഇഷ്ടംപോലെ അബിയുണ്ട്. അത് നമ്മൾ ഒരു ഫ്രൂട്ട് കിട്ടുവാണെങ്കിൽ ഒരു ഫ്രൂട്ട് കിട്ടിയാൽ മതി, അതിൻ്റെ സീഡ് എടുത്ത് നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ പറമ്പിലൊക്കെ അത്യാവശ്യം നല്ല ഫ്രൂട്ടുമാണ്, നല്ലതായിട്ടുള്ള പറമ്പിലൊക്കെ അത് വെച്ച് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഞാൻ ചെയ്തത് ഇപ്പം ഞാൻ കാണിച്ചു തരാം. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. എന്ത് വിത്തായാലും കിളിപ്പിച്ചെടുക്കാൻ ഈ ഇങ്ങനെ സംഭവം യൂസ് ചെയ്യണം കേട്ടോ. ഇത് പോട്ട്രേ ആണ്. ഇത് പല വലുപ്പത്തിൽ കിട്ടും. പച്ചക്കറി തൈ ഇടാനാണെങ്കിൽ അത് കുഞ്ഞത്, അതിൻ്റെ വലുത്, അങ്ങനെ പല വലുപ്പത്തിൽ നമുക്ക് ഈ പോട്ട്രേ കിട്ടും. ഇത് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ മണ്ണല്ല കേട്ടോ, ചകിരിച്ചോറാണ് ഉപയോഗിക്കുന്നത്. അത് ട്രീറ്റ് ചെയ്ത ചകിരിച്ചോറ്. പിന്നെ മെയിനായിട്ട് വേണ്ടൊരു സാധനമാണ് ഇതെന്ന് പറഞ്ഞത്, ഇത് വാമാണ് കേട്ടോ. ഞാൻ എൻ്റെ ഷോർട്സിലൊക്കെ കാണിച്ചിട്ടുണ്ട് വാമ്. ഇത് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നല്ല വിത്തുകൾ നല്ല കരുത്തോടെ കിളിച്ച് വരാൻ വേണ്ടി. അതായത് നമുക്ക് വിത്ത് പാവിയാൽ അതിന് നല്ല വളമൊക്കെ വലിച്ചെടുക്കാൻ ഒരു കരുത്തുണ്ടാകണം. അതിന് ഈ വാം നല്ല ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ സ്യൂഡോമോണാസ്, അത് ഈ വിത്തുകൾ സ്യൂഡോമോണാസ് ലായനിയിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് അത് തണലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കും. എന്നിട്ടാണ് നമ്മളിത് പോട്ട്രേയിൽ പാവാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അത് ചെടി നടുമ്പോൾ ആയാലും സ്യൂഡോമോണാസ് ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്, അതിന് ഫംഗസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. ഞാനിപ്പോൾ ട്രീറ്റ് ചെയ്തെടുത്ത് വെച്ച ചകിരിച്ചോറാണ് ഈ പോട്ട്രേയിൽ നിർത്തി വെച്ചേക്കുന്നത് കേട്ടോ. അതിൻ്റെ അകത്തോട്ടാണ് ഇപ്പോൾ ഇതായി അബിയുവിൻ്റെ സീഡ്, അതായത് തണലത്ത് ഉണക്കി വെച്ച് അബിയുവിൻ്റെ സീഡ് ഇട്ട് ഒന്ന് ജസ്റ്റ് കവർ ചെയ്തെടുത്തേക്കുന്നത്. ഇതിപ്പോൾ വെണ്ട വിത്ത എല്ലാം ഇതിനകത്ത് നടാൻ പറ്റും കേട്ടോ. ഈ പോട്ട്രേക്ക് നടാൻ പറ്റും. ഇതാകുമ്പോഴത്തേക്കും നമ്മുടെ വേര് പൊട്ടിപ്പോകത്തില്ല. മണ്ണിലൊക്കെ നട്ട് വെക്കുവാണെങ്കിൽ നമ്മളിത് പറിച്ച് മാറ്റി നടാൻ വേണ്ടി എടുക്കുമ്പോഴത്തേനും അതിൻ്റെ വേര് പൊട്ടിപ്പോവും. അപ്പോൾ അതിൻ്റെ ഗ്രോത്ത് അത്ര ഇതായിട്ട് വരത്തില്ല. അപ്പോൾ ഇതിൻ്റെ അകത്താണെങ്കിൽ ഒരു വേരൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പം അത് കിളിച്ച് വന്നതിന് ശേഷമുള്ള വീഡിയോ ആണ്. ദിവസം ഒരു നേരം ജസ്റ്റ് ഇച്ചിരി വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു കെയറിങ്ങും ഇതിൻ്റെ ആവശ്യമില്ല. തണലത്ത് വെക്കുക കേട്ടോ, വെയിലത്ത് വെക്കില്ല, തണലത്ത് വെച്ചാൽ മതി. ഇപ്പോൾ നല്ല കരുത്തോടെയല്ലേ ഇത് കണ്ടോ. ഇത് കണ്ടറിയാം, വാമിട്ട് കൊടുത്തതിൻ്റെ ആ എഫക്റ്റാണ്. ആ തൈ കണ്ടറിയാം, നല്ല ഇലകളൊക്കെ നല്ല കട്ടു പച്ച കളറിൽ നല്ല സ്ട്രോങ് ആയിട്ടാണ് കിളിച്ച് വന്നേക്കുന്നത്. ഇപ്പോൾ നടാൻ വേണ്ടിയാണ് ഞാൻ ഈ ബാഗ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 2 പരുവാകുമ്പോഴാണെങ്കിൽ നമുക്ക് ഇതിലും ചെറിയ ബാഗ് കിട്ടും, അതിൽ നടാം. ഇതിപ്പോൾ എൻ്റെ പോട്ട്രേ വലുതായതുകൊണ്ട് ഈ തൈ ഇത്രയും നല്ല വലുപ്പത്തിൽ വെക്കാനുള്ള സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതാ ചെയ്തേക്കുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മണ്ണ് ചകിരിച്ചോറുണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ ഇപ്പോൾ ചകിരിച്ചോറില്ലായിരുന്നു. അപ്പോൾ ഞാൻ മണലും അതുപോലെ കരിയില കമ്പോസ്റ്റ് നന്നായിട്ടിട്ടതും പിന്നെ നമ്മൾ ചാണകപ്പൊടി എന്ന് വെച്ചാൽ തണലത്ത് ഞാൻ തന്നെ എടുത്തിട്ട് തണലത്ത് പച്ച ചാണകം കൊണ്ടുവച്ച് ഉണക്കിയെടുത്ത ചാണകപ്പൊടി, പിന്നെ ഇതിപ്പം ബോൺ മീലാണ്, എല്ലുപൊടി, വേപ്പും പിണ്ണാക്ക്, അതുപോലെ കമ്പോസ്റ്റ് വളം. ഇവിടെ പച്ചക്കറിയുടെ കമ്പോസ്റ്റ് വളങ്ങളൊക്കെ നന്നായിട്ട് ഉണ്ടാക്കാറുണ്ട് ഞാൻ. അതിൻ്റെ കൂടെ എന്താ പറയുന്നത്, കോഴിക്കാഷ്ടം കമ്പോസ്റ്റ് ഉണ്ട്, കമ്പോസ്റ്റ് ചെയ്ത കോഴിക്കാഷ്ടം ഉണ്ട്. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഗ്രോ ബാഗ് ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ വലിയ കുഴിയിൽ നടുന്നത് വരെ ഈ ബാഗിൽ നമ്മൾ കീപ്പ് ചെയ്ത് മതിയാവും. വളമൊക്കെ ഇത്ര തന്നെ ധാരാളമാണ് കേട്ടോ. നല്ലതായിട്ട് നമുക്ക് തൈ കിട്ടും. ഇങ്ങനെ ഒരു തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ 650-700 രൂപയൊക്കെ വരെ വില ഉണ്ടാവും. നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ചിലവും വരത്തില്ല. ഈ പോട്ട്രേ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ 4-5 തവണ യൂസ് ചെയ്തിട്ടുള്ള പോട്ട്രേ. ഇത് കണ്ടറിയാൻ സൈഡൊക്കെ പൊട്ടിയിരിക്കുന്നത്. ഞാൻ പണ്ടൊരു തൈ വാങ്ങിച്ച ട്രേ ഞാൻ മാറ്റി വെച്ചിട്ട് ഇതുപോലെ കിളിപ്പിച്ചെടുത്ത ഇതൊക്കെ തൈ ഇത് പായി വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് ഞാൻ മാറ്റി നട്ടതല്ല. ഇതുപോലത്തെ ഒരു ചെറിയ ബാഗിൽ ചകിരിച്ചോറും മാത്രം ഇട്ടിട്ട് വിത്ത് പായി വെച്ചേക്കുന്നതാണ്. ഇത് പല വലുപ്പം എന്നാന്ന് ചോദിച്ചാൽ ഞാൻ പലപ്പോഴായിട്ടാണ് ഇത് പാവിയത്. നമ്മൾ ഈ ഫ്രൂട്ട് പറയുന്നതനുസരിച്ചിട്ടാണല്ലോ നമ്മൾ ഇന്നലെ അത് പാകി വെക്കാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് പല വലുപ്പത്തിൽ നിൽക്കുന്നത്. ഒരുമിച്ച് പാകിയതല്ല കേട്ടോ. ഈ മണൽ കണ്ടോ, ഇതിൻ്റെ അകത്ത് മണ്ണും മണലും അതുപോലെ കരിയില കണ്ടോ, കരിയില കമ്പോസ്റ്റ് നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ഇല്ലെങ്കിൽ ചകിരിച്ചോറ് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എനിക്ക് ചകിരിച്ചോറില്ലാത്തതുകൊണ്ട് കരിയില നന്നായിട്ടുണ്ട്. ചാണകത്തിൻ്റെ ഞാൻ തന്നെ അത് ഉണക്കിയെടുത്ത ചാണകമാണ്. വെയിലത്തിട്ട് ഉണക്കുന്നേക്കാൾ എന്തുകൊണ്ടും ചാണകം നല്ലത്തിട്ട് ഉണക്കിയെടുക്കുന്ന ചാണകമാണ് നല്ലത്. അതുപോലെ കമ്പോസ്റ്റ് വളങ്ങൾ. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ചിലവൊന്നും വരുന്നില്ല. ഇതിപ്പോൾ ഒരു ബാഗ് നിറയ്ക്കാൻ വേണ്ടി ഒരു പിടി ഇത് മതി, വളങ്ങൾ മതി
ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി. ഇതിപ്പം കോഴിവളം നന്നായിട്ടുണ്ട്, അതുപോലെ കമ്പോസ്റ്റ് വളമുണ്ട്, എല്ലുപൊടിയൊക്കെ ക്വാണ്ടിറ്റി കണ്ടു എന്തുമാത്രം ഇടുന്നതെന്ന്. ഓരോ പിടി ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഈ ബാഗിൽ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നന്നായിട്ട് കരികലൊക്കെ അല്ലെങ്കിൽ മണ്ണ് കട്ടിയായിപ്പോയി. മണ്ണ് തന്നെ ഇട്ട് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളമൊക്കെ ഒഴിച്ച് കഴിയുമ്പോൾ ഇത് കട്ടിയായിപ്പോൾ അങ്ങനെ വേറിറങ്ങാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ചകിരിച്ചോറുണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ ചകിരിച്ചോറ് ഓൾറെഡി തീർന്നു നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഈ പോട്രയിലായതുകൊണ്ടുള്ള ഗുണം കണ്ടോ, ഇതാകുമ്പോൾ ഒരു വേരൊന്നും പൊട്ടിപ്പോവാതെ നമുക്ക് ഫുള്ളിൽ ഇങ്ങനെ എടുത്ത് വെക്കാൻ പറ്റും. ഇനി ആ പോയ ഗ്യാപ്പിലേക്ക് ഞാൻ ഇനി അടുത്ത സീഡിട്ട് വെക്കും. അങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചേക്കുന്നതാണിത് കേട്ടോ. ഇതൊക്കെ ഇനി ഒരു ദിവസം ഒരു നേരം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ വേണ്ടി മാത്രം മതി. ഇത്രയും വളം ധാരാളമാണ്. ഇതിപ്പോൾ ഞാൻ ഹാഫേ നിറച്ചിട്ടുള്ളൂ. അപ്പം കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും കുറച്ചുകൂടെ വളം ഇട്ടിട്ട് മണ്ണിട്ട് അതങ്ങ് നികത്തും. ഇതിപ്പോൾ ഈ തൈ നട്ടിട്ടിപ്പം 4 ദിവസം കഴിഞ്ഞു കേട്ടോ. ഇതിൻ്റെ മൂടൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. കണ്ട അടുത്ത കിളിപ്പ് കയറി വരുന്നത് കണ്ടോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നും പഴുപോയിട്ടില്ല, എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഇത്ര തയ്യോ ഉള്ളായിരുന്നു ആ സമയത്ത് ഇത് പിരിച്ച് മാറ്റാൻ വേണ്ടിയുള്ളത്. അടുത്തത് ഈ പരുവത്തിലായി വരുന്നുണ്ട്. ഞാനിപ്പോൾ അതെടുത്ത സ്ഥലത്തൊക്കെ അടുത്തതാണ്ട് കുരു സീഡ് അത് ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇതിപ്പം ഇത്രയോടെ കഴിഞ്ഞിട്ട് ഒരു 3 ദിവസം കഴിഞ്ഞാൽ ഇത് ഞാൻ മാറ്റിയിടും കേട്ടോ. എല്ലാം നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇതിനിപ്പം 1 മാസം വരെ എനിക്ക് തോന്നുന്നത് ഇത്ര ഇതിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ സീഡൊക്കെ ഈ തൈയൊക്കെ മാറ്റിയൊക്കെ നടുമ്പോൾ ഒരു കൈ നീളത്തിലൊക്കെ അതിൻ്റെ വലുപ്പമായിട്ട് നമ്മൾ മാറ്റി കുഴിയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ളൂ. അപ്പോൾ ഇത് അതുവരെ ഈ ഗ്രോ ബാഗിൽ നിന്നോളും. ഇതിനി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് 2.5 ആഴ്ച കഴിയുമ്പോഴത്തേനും ഇതുപോലെ കുറച്ച് മണ്ണും അതുപോലെ വളങ്ങളും എല്ലാവരും മിക്സ് ചെയ്തിട്ട് കരികലയോ അല്ലെങ്കിൽ തൈര് ചോറുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് കുറച്ചുകൂടെ പൊക്കി കൊടുക്കുക, മണ്ണ് പൊക്കി കൊടുക്കുക. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ കണ്ടില്ലേ എന്തുമാത്രം അത് നികന്നാണ് നിൽക്കുന്നത്. ഈ തൈയുടെ ഒപ്പം തന്നെ മണ്ണും ഉണ്ടാവും. അങ്ങനെയാണ് നിൽക്കുന്നത്. ഗ്രോ ബാഗിൽ അത് ഫില്ല് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരിക ചെയ്യുന്നത്. ചില ഫ്രൂട്ടൊക്കെ നമ്മൾ കട്ട് ചെയ്യുവാണെങ്കിൽ അതിനകത്ത് 4 സീഡ്സൊക്കെ കാണും. നമ്മുടെ ഭാഗ്യം പോലിക്കും. ചിലതിൻ്റെ അകത്ത് 1 കാണത്തുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇത് പാകി എടുത്തേക്കുന്നത്. തൈ വാങ്ങി നട്ടാൽ ഇതിന് ബഡ് ഗ്രാഫ്റ്റ് തൈയൊന്നും കാര്യമില്ല. കുഞ്ഞിലെ ഈ കമ്പിൻ്റെ ഒക്കെ വലുപ്പം കണ്ടില്ലേ, കുഞ്ഞിലേ കായ്ക്കും. ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ. ചെറുതിലേ പിടിക്കുന്ന സാധനമാണ് കേട്ടോ അബിയു. അപ്പോൾ അതുകൊണ്ട് ബഡ് ഗ്രാഫ്റ്റ് തൈയൊന്നും ഇത് നമുക്ക് വേണ്ട. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജായിട്ട് കമൻറ്റായിട്ട് ചോദിച്ചാൽ എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. നമുക്കിതിപ്പോൾ ചെറിയൊരു ബിസിനസ്സാണ് കേട്ടോ. ഈ തൈകൾ നമ്മളിന്ന് സെയിൽ ചെയ്യും ന്യായമായ വിലയ്ക്ക്. നെസറിലും കൊടുക്കുന്ന പോലല്ല. നെസറിക്കാരൊന്നും തന്നെ പിടിക്കില്ലേ, അത് കുറച്ച് വില കുറച്ചിട്ട് നമ്മൾ ഈ തൈകളൊക്കെ ഇനി സെയിലിന് വേണ്ടി വെക്കും. ഇപ്പോഴല്ല, ഇനിയിപ്പോൾ നല്ല തൈൽ കുഴിയിൽ നമ്മൾ വെക്കേണ്ട പരുവാകുമ്പോഴേ നമ്മൾ കൊടുക്കത്തുള്ളൂ. അതുവരെ നമ്മളിവിടെ വെച്ചിട്ട് അത് നോക്കും. ഒത്തിരി വെയിലത്തോട്ട് വെക്കത്തില്ല. രാവിലെ ഒക്കെ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണ്, അത് അവിടെ വെക്കത്തുള്ളൂ. ഒത്തിരി വെയിലത്തോണ്ട് വെച്ചാൽ അത് പോകും കേട്ടോ. അപ്പോൾ തൈയൊക്കെ നന്നായിട്ട് പിടിച്ച് കുറച്ച് വലുപ്പമായി കഴിഞ്ഞതിന് ശേഷം ആ ഗ്രോ ബാഗോടെ മാറ്റി വെച്ചാൽ കുഴപ്പമില്ല. ഇപ്പോഴെടുത്ത് മാറ്റി വെക്കത്തൊന്നുമില്ല, അത് അവിടെ തന്നെ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എന്തുണ്ടെങ്കിലും കമൻസായിട്ട് നമുക്ക് ചോദിച്ചാൽ ഞാനത് മറുപടി തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.